ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്കിന്നൊരു ഗ്രീറ്റിംഗ് കാർഡ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ടേമറിക് പേസ്റ്റ്, ഒരു പീസ് സോപ്പ്, ഒരു പീസ് ലെമൺ, പിന്നെ കുറച്ച് നമ്മുടെ ഹിബിസ്കസ് ഇല്ലേ, അത് വാം വാട്ടർ ആഡ് ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ടർമറിക് ഒന്ന് ഇതുപോലെ ബോർഡർ ചെയ്ത് കൊടുത്തിട്ട് അതിപ്പോൾ നമ്മുടെ ഹിബിസ്കസിൻ്റെ പേസ്റ്റ് വെച്ചാണ് ബഡ്സ് വെച്ചൊന്ന് എഴുതി കൊടുത്തത്. പിന്നെ അതിൻ്റെ മേളിൽ ഇതുപോലെ ലെമൺ വെച്ചാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്ത് നല്ല പിങ്കിഷ് പർപ്പിൾ കളറിൽ കിട്ടും കേട്ടോ. അതല്ല, നമ്മൾ സോപ്പ് സൊല്യൂഷൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീനിഷ് ടിൻറ്റും കിട്ടുവേ. അപ്പോൾ ഞാൻ ആ സൈഡിൽ വരച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സിലൊക്കെ ആക്കി കൊടുത്തു. അതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ ഗ്രീനും ഫ്ലവേഴ്സിൽ പിങ്കും വരുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സോപ്പ് സൊല്യൂഷനിൽ മുക്കിയിട്ട് യെല്ലോ ഇല്ലേ, നമ്മൾ ആ ബോർഡർ ചെയ്ത സ്ഥലം അവിടെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ. അവിടെയും ആസിഡിൻ്റെ കൂടെ ബേസിൻ്റെ കൂടെ മഞ്ഞൾ റിയാക്ട് ചെയ്യുമ്പോൾ ആ ഒരു റെഡ് കളർ കിട്ടും കേട്ടോ. അങ്ങനെ മൊത്തം നമുക്ക് 4 സൈഡും ആക്കി കൊടുക്കാവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഡോട്ട്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലേ ഇതുപോലെ ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അനിയനാണ് ഈ പ്രോജക്റ്റ് ഇപ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ. അപ്പോൾ കുറച്ച് അവൻ്റെ ഐഡിയാസും ഒക്കെ കൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ടിപ്സൊക്കെ കൊടുത്തിട്ട് 2 പേരും കൂടെ ഇരുന്ന് ചെയ്യുമായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ ഇടയ്ക്ക് കണ്ട ആ ഒരു കൈയെ. എന്നിട്ട് ഞാൻ പൂവിൻ്റെ നടുക്കിൽ യെല്ലോ ടർമറിക് വെച്ചിട്ടൊന്നാക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേളിൽ സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് വേറൊന്നിനും അല്ലടാ, പൂവിൻ്റെ നടുക്കിൽ ഒരു റെഡ് കളർ വരുമ്പോൾ ഒരു ഭംഗി വരുമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്കിൽ എഴുതിയപ്പോൾ ഒരു കമ്പിയോ ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും തിന്നായിട്ട് യൂസ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അകത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ടർമറിക് തന്നെയാണ് കേട്ടോ കയ്യിലെടുത്തിട്ട് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഇവിടെ നമുക്ക് ബോർഡർ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എഡ്ജസിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സോപ്പ് നമ്മൾ സൊല്യൂഷനാക്കി കഴിഞ്ഞാൽ അത് സ്പ്രെഡായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടാതെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ സോപ്പ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. സോപ്പോ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ, വിമ്മോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ തമ്പ് വെച്ചൊന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കി കൊടുത്തു. ഇപ്പോൾ നമുക്കത് 4 സൈഡും ചെയ്യാം കേട്ടോ. ഒരു റോസ് പെറ്റൽസൊക്കെ വീണ ഒരു എഫക്റ്റ് ഇല്ലേ, എനിക്ക് ആദ്യം കണ്ടപ്പോൾ അങ്ങനെ ആട്ടാ തോന്നിയത്. നിങ്ങളെല്ലാവരും ഇത് നമുക്ക് കുഞ്ഞുനാളിൽ കാണുമ്പോൾ മാജിക്ക് പോലെയല്ലേ തോന്നാറ്. അപ്പോൾ എനിക്ക് ആ ഒരു ഇതൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഹിബിസ്കസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ കോഡ്സ് എഴുതി കൊടുക്കുന്നത്. ഇവിടെ വലിയ കോഡ്സൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല, കാരണം കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. ഇത് A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് സ്പേസേ കിട്ടിയുള്ളൂ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് ഇവിടെയാണ് ഗൈസ്. വേറൊന്നുമല്ല, സോപ്പിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എഴുതി കൊടുത്തപ്പോൾ ആ ഒരു ടർമറിക്കിൻ്റെ എഫക്റ്റും കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എഴുതുമ്പോൾ നല്ലൊരു റെഡ് ടിൻ്റാണ് കിട്ടിയത്. പിന്നെ എഴുതി വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഹിബിസ്കസ് അപ്ലൈ ചെയ്തില്ലേ, ആ ഒരു സ്ഥലത്തൊക്കെ ഗ്രീനായിട്ടും കിട്ടി. പിന്നെ ഞാൻ അതങ്ങനെ ഇരുന്നോട്ടെ എന്ന് അവനോട് പറഞ്ഞു, കാരണം ഈ റെഡും ഗ്രീനും ഒക്കെ കൂടെ അതൊരു കോമ്പിനേഷനായിട്ട് ഇരുന്നോട്ടെ. പിന്നെ അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചെയ്താണ് ഈ ഗ്രീറ്റിംഗ് കാർഡ് എന്നിട്ട് അവസാനിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നറിയണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.